നമസ്കാരം. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. എംഫൈ ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വനിതാ ദിന ആശംസകൾ. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും തലക്കെട്ടുകളും എന്തെല്ലാമെന്ന് പരിശോധിക്കാം. ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് മലയാള മനോരമയാണ്. മലയാള മനോരമയിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ രേഖ വിശദീകരണവുമായി MV ഗോവിന്ദൻ, സെസ് ഭരണം അനിവാര്യം എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്തയുടെ തലക്കെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ നമുക്ക് വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ CPM സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖയിലുള്ള സെസ്സും ഫീസും സംബന്ധിച്ച നിർദ്ദേശം കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തെ മറികടക്കാനുള്ള വിഭവ സമാഹരണ പദ്ധതിയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്നാണ് വാർത്ത തുടങ്ങുന്നത്. സ്ത്രീപക്ഷം എന്ന അടിക്കുറിപ്പ് നൽകിയിട്ട് ഒരു ചിത്രം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. CPM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ചിന്ത ജെറോം, PK സൈനബ, KP മേരി, സൂസൻ കോടി തുടങ്ങിയ സ്ത്രീകളുടെ എല്ലാം ഒരു ചിത്രം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തൊട്ട് താഴേക്ക് വരുമ്പോൾ ലഹരി ശൃംഖല തകർക്കാൻ ഭരണം ടാസ്ക് ഫോഴ്സ്, പോലീസും എക്സൈസും ചേർന്ന് പ്രവർത്തിക്കണം, സാമൂഹിക ജാഗ്രതയും പ്രധാനം എന്ന് തലക്കെട്ടും സബ്ഹെഡിംഗ് ഒക്കെ ആയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വിവാഹ സൽക്കാരത്തിൽ പ്ലാസ്റ്റിക് വെള്ളക്കുപ്പി നിരോധന സാധ്യത തേടി ഹൈക്കോടതി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുടെ തലക്കെട്ട്. അത് ചെറിയൊരു കോളത്തിലായിട്ടാണ് നൽകിയിട്ടുള്ളത്. മലയോര ടൂറിസം കേന്ദ്രങ്ങളിലും വിവാഹ സൽക്കാര ചടങ്ങുകളിലും പ്ലാസ്റ്റിക് വെള്ളക്കുപ്പികൾ നിരോധിക്കാനുള്ള സാധ്യത തേടി ഹൈക്കോടതി എന്നുള്ളതാണ് ആ വാർത്ത. പിന്നെ ഉള്ളത് 1, 2, 3 കുട്ടി വാർത്തകളാണ്. ഒന്നെന്ന് പറയുന്നത് ആശുപത്രിയിൽ നിന്ന് മാർപ്പാപ്പയുടെ ശബ്ദ സന്ദേശം എന്നുള്ളതാണ് മറ്റൊരു ചെറിയ വാർത്തയുടെ തലക്കെട്ടെന്ന് പറയുന്നത്. ആശുപത്രിയിൽ കഴിയുന്ന തനിക്കായി നടക്കുന്ന പ്രാർത്ഥനകൾക്കും എല്ലാവരുടെയും പിന്തുണയ്ക്കും നന്ദി അറിയിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശബ്ദ സന്ദേശം എന്നുള്ളതാണ് ആ വാർത്ത തുടങ്ങുന്നത്. മറ്റൊരു ചിത്രം നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് ബൈക്കാണ് സ്റ്റാർ എന്നാണ് ചിത്രത്തിന്റെ അടിക്കുറിപ്പ് നൽകിയിട്ടുള്ളത്. നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെന്ററിൽ മലയാള മനോരമ ഓട്ടോ വേൾഡ് എക്സ്പോ ഉദ്ഘാടനം ചെയ്ത നടി മഞ്ജു വാര്യർ ബൈക്ക് പരിശോധിക്കുന്ന ഒരു ചിത്രമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. തൊട്ട് താഴെയായിട്ട് അത് സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട വാർത്ത നൽകിയിട്ടുണ്ട്. മനോരമ ഓട്ടോ വേൾഡ് എക്സ്പോയ്ക്ക് തുടക്കം എന്നുള്ളതാണ് ആ വാർത്ത. ഒന്നാമത്തെ പേജിൽ ഈ 1, 2, 3 വാർത്തകൾ മാത്രമാണ് പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്തയായിട്ട് ഇടം പിടിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് മാധ്യമം പത്രമാണ്. മാധ്യമം പത്രം വനിതാ ദിനത്തോടനുബന്ധിച്ച് നമ്മൾ മലയാള മനോരമ പരിശോധിച്ചപ്പോൾ അതിൽ പ്രതിപാദിക്കാൻ വിട്ടുപോയ ഒരു സംഗതിയാണ് വനിതാ ദിനത്തോടനുബന്ധിച്ചുള്ള അവരുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ മാധ്യമം പത്രത്തിലും വനിതാ ദിനം സംബന്ധിച്ച ഒരു സ്പെഷ്യൽ സ്റ്റോറി തന്നെ നമുക്കവിടെ ആദ്യം കാണാൻ സാധിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര വനിതാ ദിനം എന്നുള്ള ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവളുടെ അവകാശം എന്ന തലക്കെട്ട് നൽകിയിട്ട് ഒരു വാചകങ്ങളൊക്കെ അവിടെ നൽകിയിട്ടുണ്ട്. ഞാൻ വായിക്കുന്നുണ്ട്. 800 കോടിയിൽ നിന്ന് 7 ദിന ദൗത്യത്തിനായി 7ാം വാനിലേക്ക് തിരഞ്ഞെടുത്തത് അവളെ. 7ാം നാളും കഴിഞ്ഞപ്പോൾ 559 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുമ്പോഴും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അവൾക്കൊരാദിയുമില്ല, വ്യതയുമില്ല. 400-ലേറെ കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് ഭൂമിയെ നോക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ ആദ്യ ബഹിരാകാശ യാത്രയുടെ അതേ കൗതുകവും ആകാംക്ഷയും. ഈ വനിതാ ദിനത്തിൽ ഭൂമി ലോകത്തിന്റെ ഏറ്റവും വലിയ കാത്തിരിപ്പ് അവളുടെ മടങ്ങിവരവാണ്. സുനിത വില്യംസിനെ പ്രതിപാദിച്ചുകൊണ്ടുള്ള ഒരു വാക്കുകളാണ് നമുക്കിടെ കാണാൻ സാധിക്കുക. അതീതമായ പോരാട്ടത്തിനൊടുവിൽ അവൾ വരും, കാരണം അവൾ സുനിതയാണ്, വനിതയാണ്. അന്താരാഷ്ട്ര വനിതാ ദിനാശംസകൾ എന്നാണ്. അന്താരാഷ്ട്ര വനിതാ ദിനാശംസകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വനിതാ ദിനവുമായി ബന്ധപ്പെട്ട് മാധ്യമം നൽകിയിട്ടുള്ളത്. അതിജീവനം എന്ന ആശ. വനിതാ ദിനത്തിലും ഭീഷണികളുടെ നടുവിൽ ചാഞ്ചല്യത്തിന്റെ ലാഞ്ചനയില്ലാതെ ഈ വനിതകൾ പ്രക്ഷോഭം തുടരുകയാണ് എന്നുള്ള തലക്കെട്ട് നൽകിയിട്ടൊരു വാർത്തയുണ്ട്. അതിജീവനത്തിനായുള്ള പോരാട്ടങ്ങളുടെ പട്ടികയിൽ ജ്വലിക്കുന്ന അടയാളപ്പെടുത്തലാവുകയാണ് തലസ്ഥാനത്തെ ആശാസമരം. സർക്കാർ പ്രഖ്യാപിച്ച മിനിമം വേതനത്തിന് വേണ്ടി ഇവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ കഴിയാൻ തുടങ്ങിയിട്ട് 26 ദിവസം പിന്നിടുന്നു എന്നുള്ളതാണ് വാർത്ത. ഒരു ചിത്രം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ അടിക്കുറിപ്പ് സങ്കടപ്പേതെന്നാണ്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരത്തിനിടെ ഇന്നലെ വൈകിട്ട് പെയ്ത മഴ നനയാതിരിക്കാൻ പ്രവർത്തകരുടെ ശ്രമം. ആ ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഇനി നമ്മൾ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കിടക്കുമ്പോൾ ചോദ്യമുനയിൽ കണ്ണൂർ ലോബി എന്നുള്ളതാണ് ആ വാർത്ത. CPM-നകത്തെ ശാക്തിക ചേരികളിൽ പ്രബലരായ കണ്ണൂർ ലോബിയുടെ ആധിപത്യത്തിനെതിരെ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ ചോദ്യശരം തുടങ്ങുന്നതാണ് ആ വാർത്ത. ബസ് ജീവനക്കാരുടെ മർദ്ദനമേറ്റ ഓട്ടോ ഡ്രൈവർ കുഴിഞ്ഞു വീണ് മരിച്ചു എന്നുള്ള വാർത്ത ഇടം പിടിച്ചിട്ടുണ്ട്. അഭിഭാഷകയോട് മോശം പെരുമാറ്റമെന്ന് ഹൈക്കോടതി ജഡ്ജിക്കെതിരെ
പ്രതിഷേധം തുടങ്ങിയ വാർത്തയും ഇടം പിടിച്ചിട്ടുണ്ട്. മാധ്യമം പത്രത്തിലെ പകുതി പേജിൽ നമുക്ക് വനിതാ ദിനത്തോടനുബന്ധിച്ചുള്ള വാർത്തകൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ കേരള കൗമുദിയിലേക്കാണ് പോകുന്നത്. കേരള കൗമുദിയിലും ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ലേ ഔട്ട് ഡിസൈന് ഇന്ന് അന്തർദേശീയ വനിതാ ദിനം എന്ന് തുടങ്ങുന്ന ഒരു കുറിപ്പിൽ നിന്നാണ്. അതിജീവനം തേടി ആശമാർ എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ വാർത്ത. അത് കേരള കൗമുദി സ്പെഷ്യലാണ്. സാധാരണ കൗമുദി സ്പെഷ്യൽ ന്യൂസൊക്കെ ഒടുവിലായാണ് വരാറുള്ളത്. ആദ്യത്തെ പേജിൽ തന്നെ ഏറ്റവും ഒടുവിലത്തെ വാർത്തയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ അതിജീവനം ആശിച്ചുള്ള ആശമാരുടെ സെക്രട്ടേറിയറ്റ് സമരം 26 ദിനരാത്രങ്ങൾ പിന്നിടുകയാണ് എന്നുള്ളതാണ് ആ വാർത്ത തുടങ്ങുന്നതിന്. അതിനൊപ്പമാണ് കൗമുദി സ്പെഷ്യൽ ന്യൂസായിട്ട് നമുക്കൊരു പ്രത്യേക ഒരു വാർത്ത കാണാൻ സാധിക്കുക. കുടുംബം വീണ്ടെടുക്കാൻ ശാലിനി എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ട് വന്നിട്ടുള്ളത്. നഷ്ടമായ കുടുംബത്തെ വീണ്ടെടുക്കാനാണ് ശാലിനി സമരത്തിനെത്തിയതെന്ന് തുടങ്ങുന്നതാണ് വാർത്ത. സുരഭി 3 മാസം പ്രായമുള്ള കൈക്കുഞ്ഞുമായി സമരത്തിൽ പങ്കെടുക്കുന്ന ചിത്രമെല്ലാം അടങ്ങിയിട്ടുള്ള വാർത്തയാണ് നമുക്കത് കാണാൻ സാധിക്കുക. നേരെ താഴേക്ക് വരുമ്പോൾ ഹൈക്കോടതിയിൽ അസാധാരണ പ്രതിഷേധം, ജഡ്ജിക്കെതിരെ അഭിഭാഷകൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് കൗമുദിയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. ജസ്റ്റിസ് എ ബദറുദ്ദീൻ കേസ് പരിഗണിക്കെ അഭിഭാഷകയെ അധിക്ഷേപിച്ചെന്നാരോപിച്ച് ഹൈക്കോടതിയിൽ പ്രതിഷേധം. ബദറുദ്ദീൻ ബെഞ്ചായ 1Dയിൽ ഇന്നലെ സിറ്റിംഗ് മുടങ്ങി, മറ്റു കോടതികളിൽ പ്രവർത്തിച്ചു എന്ന് തുടങ്ങുന്നതാണ് വാർത്ത. മധ്യസ്ഥ ശ്രമം വിജയിച്ചില്ല, ഫെബ്രുവരിയിലും പരാതി നൽകി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട വാർത്തയായി അതിൻ്റെ ഒപ്പം തന്നെ ഒരു കോളത്തിലായിട്ട് നൽകിയിട്ടുണ്ട്. ബസ് ജീവനക്കാരുടെ മർദ്ദനം, ഓട്ടോ ഡ്രൈവർക്ക് ദാരുണാന്ത്യം എന്നുള്ള വാർത്ത നമ്മൾ മാധ്യമ പത്രത്തിലും ഇതേ വാർത്ത തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ചൂട്, 11 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് എന്നുള്ള വാർത്തയും ഒരു പ്രാധാന്യം ഒട്ടും ചോരാതെ തന്നെ ആദ്യത്തെ പേജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തത് പരിശോധിക്കാൻ പോകുന്നത് മാതൃഭൂമി പത്രമാണ്. മാതൃഭൂമി പത്രത്തിലെ ആദ്യത്തെ ഒരു പേജ് തന്നെ വനിതാ ദിനത്തോടനുബന്ധിച്ച് വനിതകൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. മതി സംസാരം ഇനി പ്രവൃത്തി എന്നുള്ളൊരു തലക്കെട്ട് നമുക്ക് കാണാം. വനിതാ ദിന പത്രമൊരുക്കാൻ മാതൃഭൂമിയിൽ ഗസ്റ്റ് എഡിറ്ററായി എത്തിയ നോവലിസ്റ്റ് R രാജശ്രീ പേജ് രൂപകൽപ്പന പരിശോധിക്കുന്ന ഒരു ചിത്രമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. 1-2 വാർത്തകളുണ്ട്. ഒന്ന്, സ്ഥിരം ശമ്പളം വാങ്ങുന്ന സ്ത്രീകളിൽ കേരളം ഒന്നാമത് എന്നുള്ളതാണ് ആ വാർത്ത. 2023-24 സ്ഥിരം വേതനമുള്ള സ്ത്രീകൾ ഇന്ത്യയിൽ 18.5%, കേരളത്തിൽ 49.7% എന്നുള്ള ആ ഒരു കണക്ക് നൽകിയിട്ടുണ്ട്. ഒപ്പം തൊട്ട് താഴെ കേരളത്തിലെ വിവിധ തലങ്ങളിലെ വനിതാ ജീവനക്കാരുടെ വിന്യാസം 2023-24 വർഷത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നൽകിയിട്ടുണ്ട്. രാജ്യത്ത് സ്ഥിരം ശമ്പളം വാങ്ങുന്ന സ്ത്രീകൾ കൂടുതൽ കേരളത്തിലെന്ന് സാമ്പത്തിക അവലോകന രേഖ എന്നാണ് അവർ ആ വാർത്ത തുടങ്ങുന്നത്. തൊട്ട് താഴെയായി കുമാരനാശാന്റെ ജീവിത പങ്കാളി ഭാനുമതി അമ്മയുടെ മുതുകുളം പ്രസംഗത്തിന് ഇപ്പോഴും തിളക്കം. 100 വർഷം മുൻപേ ഭാനുമതി അമ്മ ആവശ്യപ്പെട്ടു വനിതാ സംവരണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള ഭാനുമതി അമ്മയുടെ ഒരു വാർത്തയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. ഇനി നമ്മൾ ഉൾപേജിൽ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുകയാണെങ്കിൽ പൊതു സ്വകാര്യം എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന വലിയ വാർത്തയുടെ ഒരു തലക്കെട്ട്. പൊതുമേഖലയിൽ സ്വകാര്യ പങ്കാളിത്തത്തിന് CPM സംസ്ഥാനത്തെ നഷ്ടത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കരകയറ്റുന്നതിനായി താല്പര്യമുള്ളവരുമായി ഉപാധികളോടെ ധാരണയുണ്ടാക്കാൻ CPM എന്നുള്ളതാണ് വാർത്ത തുടങ്ങുന്നത്. അതിൻ്റെ ഏറ്റവും തൊട്ടുമുകളിലായി ബൃന്ദ കാരാട്ടിൻ്റെ ഒരു ചിത്രം നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കൊല്ലത്ത് നടക്കുന്ന CPM സംസ്ഥാന സമ്മേളനത്തിൻ്റെ 2ാം ദിവസം പ്രതിനിധി സമ്മേളനം നടക്കുന്ന ടൗൺ ഹാളിലേക്ക് എത്തുന്ന പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് എന്നാണ് അടുക്കുറിപ്പ് നൽകിയിട്ടുള്ളത്. ചെങ്കൊടി ചായയിൽ എന്നുള്ള വാചകവും ഒപ്പം തന്നെ നൽകിയിട്ടുണ്ട്. ആശാ വർക്കർമാരുടെ പ്രശ്നം വിശദാംശം ചോദിച്ച നിർമ്മല സീതാരാമൻ കയ്യിലില്ലെന്ന് KV തോമസ് എന്നുള്ള വാർത്ത ഇടം പിടിച്ചിട്ടുണ്ട്. അഭിഭാഷകയോടുള്ള പെരുമാറ്റം, ജസ്റ്റിസ് ബദറുദ്ദീന് നേരെ പ്രതിഷേധം എന്നുള്ള വാർത്തയും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി ഏറ്റവും മുകളിലായി തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. സിറ്റിംഗ് ഒഴിവാക്കി ജഡ്ജി, തുറന്ന കോടതിയിൽ മാപ്പ് പറയും വരെ ബഹിഷ്കരണം തുടരുമെന്ന് അഭിഭാഷകൻ. ഈ വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട 1ാമത്തെ വാർത്തയായി മാതൃഭൂമിയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. 2ാമത്തെ പ്രധാനപ്പെട്ട വാർത്തയാണ് CPM-മായി ബന്ധപ്പെട്ട് പൊതു സ്വകാര്യം എന്ന തലക്കെട്ട് നൽകിയിട്ടുള്ള ഒരു വാർത്ത. 3ാമത്തെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഇനി കടക്കുകയാണെങ്കിൽ അനധികൃത വെബ്സൈറ്റുകളിലൂടെ TV ചാനലുകൾ പ്രതികൾ പിടിയിൽ എന്നുള്ളതാണ് ആ വാർത്ത. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നിയമനം, തസ്തികകൾ നിശ്ചയിച്ച് നിയമനം നടത്തണമെന്ന് സുപ്രീം കോടതിയുടെ ഒരു പ്രസ്താവന നൽകിയിട്ടുണ്ട്. കടമെടുപ്പിന് അനുമതിയായില്ല, ട്രഷറിയിൽ നിയന്ത്രണം എന്നുള്ള വാർത്തയുണ്ട്. ദക്ഷിണേന്ത്യയിൽ മയക്കുമരുന്ന് തടയാൻ പോലീസ് ഒന്നിക്കുമെന്നുള്ള വാർത്തയും ഇടം പിടിച്ചിട്ടുണ്ട്. അസദ് അനുകൂലികളും സുരക്ഷാ സേനയും ഏറ്റുമുട്ടി, സിറിയയിൽ 70 മരണം എന്നുള്ള വാർത്തയും ചെറിയൊരു കോളത്തിലായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് ദേശാഭിമാനിയിലേക്കാണ്. ദേശാഭിമാനിയിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുമ്പോൾ ആദ്യം നമുക്ക് വനിതാ ദിനത്തോടനുബന്ധിച്ച് കോമളം അനിരുദ്ധൻ്റെ ഒരു സ്റ്റോറിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതാ ഉൾക്കരുത്തിൻ്റെ പ്രതിനിധി എന്നാണ് നൽകിയിട്ടുള്ള തലക്കെട്ട്.
മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണെങ്കിൽ കേന്ദ്രം കേരളത്തെ ശത്രുവായി കാണുന്നു, ഒന്നിച്ചു പൊരുതാം എന്നുള്ളതാണ് തലക്കെട്ട്. ആഭ്യന്തര വിഭവ സമാഹരണം ബദൽ നയത്തിന്റെ ഭാഗം എന്ന ഗോവിന്ദന്റെ പ്രസ്താവന അവിടെ നൽകിയിട്ടുണ്ട്. തൊട്ടു താഴെയായി ലക്ഷ്യം ന്യൂനപക്ഷ വേട്ട, NRCയുമായി വീണ്ടും സംഘപരിവാർ എന്നുള്ള വാർത്തയുണ്ട്. അനധികൃത കുടിയേറ്റത്തിന്റെ പേരിലാണ് നീക്കം. RSSന്റെ അഖില ഭാരതീയ പ്രതിനിധി സഭയിൽ മുഖ്യ അജണ്ട. ഈ രണ്ട് കാര്യങ്ങൾ പോയിന്റായിട്ട് നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. കാട്ടുപന്നിയെ വെടിവെച്ചാൽ 1500 രൂപ എന്നുള്ള വാർത്തയുണ്ട്. നേരെ താഴേക്ക് വരുമ്പോൾ കേരളത്തിന്റെ നേട്ടവുമായി കേന്ദ്ര റിപ്പോർട്ട്, തൊഴിലിടത്തിൽ സ്ത്രീ മുന്നേറ്റം. നമ്മൾ മാതൃഭൂമിയിലെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി വനിതാ ദിനത്തിലെ സ്പെഷ്യൽ സ്റ്റോറിയെ നമ്മൾ വായിച്ച വാർത്ത ദേശാഭിമാനിയിലെ ആദ്യത്തെ പേജിൽ ഏറ്റവും ഒടുവിലത്തെ വാർത്തയായിട്ട് ഇടം പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ദീപികയാണ്. ദീപികയിലും വനിതാ ദിനത്തോടനുബന്ധിച്ചുള്ള ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. നാരിശക്തി എന്നാണ് നൽകിയിട്ടുള്ള തലക്കെട്ട്. തമിഴ്നാട്ടിലെ റാണിപ്പേട്ടിൽ സെൻട്രൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ 56ാം റെയ്ഡിംഗ് ഡേ ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന വനിതകളുടെ പരേഡിൽ നിന്നെടുത്ത ഒരു ചിത്രമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. കേരളത്തിലെ വാർഡ് വിഭജനം വിശദീകരണം തേടി സുപ്രീം കോടതി എന്നുള്ള വാർത്തയാണ് ആദ്യത്തെ വാർത്തയെ നമുക്കിവിടെ കാണാൻ സാധിക്കുക. കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നവർക്ക് 1500 രൂപ, മറവ് ചെയ്യാൻ 2000 എന്നുള്ള വാർത്തയും ഒപ്പം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അഭിഭാഷകയെ ജഡ്ജി അപമാനിച്ചെന്ന് നീതി ദേവത കനിയണം എന്നുള്ള വാർത്തയാണ് പ്രധാനപ്പെട്ട ബിഗ് ഹെഡിങ്, ബിഗ് ന്യൂസ് ആയിട്ട് നമുക്ക് ഇന്നത്തെ ദീപിക പത്രത്തിൽ കാണാൻ സാധിക്കുക. ജഡ്ജി മാപ്പ് പറയണമെന്ന് അഭിഭാഷകർ, ജഡ്ജി ഇന്നലെ കോടതി മുറിയിൽ എത്തിയില്ല, മാപ്പ് പറയും വരെ ബഹിഷ്കരണം എന്നുള്ളത് ഹൈലൈറ്റ് ആയിട്ട് ഒരു ന്യൂസ് നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ആർക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകരുതെന്നുള്ള അഡ്വക്കേറ്റ് സരിതയുടെ ഒരു വാക്കുകൾ, കുറച്ചധികം വാക്കുകൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തൊട്ടു താഴെയായി നയം മാറ്റ രേഖ, വികസന രേഖ ഉടൻ നടപ്പിലാക്കില്ല, ചർച്ചയ്ക്ക് ശേഷമെന്ന നേതാക്കൾ തുടങ്ങുന്ന ഒരു വാർത്തയും ഇടം പിടിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ജന്മഭൂമിയാണ്. ജന്മഭൂമിയിലും വനിതാ ദിനത്തോടനുബന്ധിച്ചുള്ള വാർത്തയുണ്ട്. 1000-ലധികം കുഞ്ഞുങ്ങൾക്ക് ജീവാമൃതം നൽകി ഒരമ്മ എന്ന് തുടങ്ങുന്നതാണ് ആ വാർത്ത. പ്രധാനപ്പെട്ട മറ്റു വാർത്തയിലേക്ക് കടക്കുമ്പോൾ ആശാ വർക്കർമാരെ വീണ്ടും അവഹേളിച്ചു, കയ്യിൽ കണക്കില്ലാതെ കേരളത്തിന് ചർച്ച എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ട്. മഴയും വെയിലും അവഗണിച്ച് ന്യായമായ കൂലിക്ക് വേണ്ടി രാപ്പകൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരെ സംസ്ഥാന സർക്കാർ വീണ്ടും അവഹേളിച്ചു. ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന കേരളത്തിന്റെ ഡൽഹിയിലെ പ്രതിനിധി പ്രൊഫസർ KV തോമസും കൂടി ചേർന്നാണ് കഴിഞ്ഞ 27 ദിവസമായി സമരം ചെയ്യുന്ന സ്ത്രീകളെ അപമാനിച്ചത് എന്നാണ് ആ വാർത്ത തുടങ്ങുന്നത്. ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് കുത്തിയോട്ട ബാലന്മാർ ക്ഷേത്രം വലം വെച്ച് തൊഴുന്ന ഒരു ചിത്രം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രാദേശിക നേതൃത്വത്തെ അറിയിക്കാതെ സർവീസ് ആരംഭിച്ചു, മന്ത്രിയുടെ PA ഫ്ലാഗ് ഓഫ് ചെയ്ത ബസ് സർവീസ് CPM മുടക്കി എന്നുള്ള വാർത്ത അത്യാവശ്യം പ്രാധാന്യത്തോടെ ജന്മഭൂമിയിൽ ആ വാർത്ത ഇടം പിടിച്ചിട്ടുണ്ട്. ചരിഞ്ഞതല്ല കേരളത്തിലെ വനങ്ങളിൽ വൻ ആനവേട്ട, പിന്നിൽ രാഷ്ട്രീയ സ്വാധീനമുള്ള കയ്യേറ്റക്കാർ എന്നുള്ള വാർത്തയും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റു പത്രങ്ങളൊന്നും നമുക്ക് ഈ വാർത്ത കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ശ്രദ്ധേയമാണ്. വനം വകുപ്പിന്റെ രഹസ്യ റിപ്പോർട്ടാണിത് എന്നുള്ളത് ഹൈലൈറ്റ് ആയിട്ട് നൽകിയിട്ടുണ്ട്. കേരളത്തിലെ വനങ്ങളിൽ ആനകൾ ചരിയുന്നതല്ല കൊല്ലപ്പെടുന്നതാണെന്ന് വനം വകുപ്പിന്റെ കണ്ടെത്തൽ. ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വിടരുതെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശമുണ്ട് എന്നും തുടങ്ങുന്നതാണ് ആ വാർത്ത. രാജ്യചരിത്രത്തിൽ ആദ്യം പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്ക് വനിതാ ഉദ്യോഗസ്ഥർ എന്നുള്ള വാർത്ത പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ന്യൂസ് ആയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി അഭിഭാഷകയോട് ജഡ്ജിയുടെ മോശം പരാമർശം, പ്രതിഷേധവുമായി ഹൈക്കോടതി അഭിഭാഷകൻ എന്നുള്ള വാർത്ത എല്ലാ പത്രത്തിലും സമാനമായിട്ട് ജന്മഭൂമിയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പക്ഷെ ജന്മഭൂമിയിൽ ആദ്യത്തെ പേജിൽ ഏറ്റവും ഒടുവിലത്തെ വാർത്തയായിട്ടാണ് നമുക്കിത് കാണാൻ സാധിക്കുക. തഹാവൂർ റാണിയുടെ ഹർജി US സുപ്രീം കോടതി തള്ളി എന്നുള്ള വാർത്തയും ഒപ്പം തന്നെ ഒരു കോളത്തിലായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ നോട്ടീസ്, വാർഡ് വിഭജനം ഏകപക്ഷീയമല്ലേ എന്ന് സുപ്രീം കോടതിയുടെ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു സുപ്രീം കോടതി ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. അങ്ങനെ ഒട്ടുമിക്ക എല്ലാ പത്രങ്ങളും നമ്മൾ ഇന്നത്തെ പരിശോധിച്ച് കഴിഞ്ഞു. ഇന്ന് വനിതാ ദിനമായതുകൊണ്ട് തന്നെ വനിതാ ദിനവുമായി ബന്ധപ്പെട്ടുള്ള പല പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സ്പെഷ്യൽ സ്റ്റോറീസും സ്പെഷ്യൽ വാർത്തകളും ഒക്കെ നമുക്ക് ഇന്നത്തെ പത്രത്തിലെ ആദ്യത്തെ പേജിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. കൂടാതെ തന്നെ CPMലെ സംസ്ഥാന സമ്മേളനത്തെ സംബന്ധിച്ചുള്ള വാർത്തയുണ്ട്. അഭിഭാഷകന് നേരെ ഉയർന്ന ആ ആരോപണം സംബന്ധിച്ചുള്ള വാർത്ത ഇടം പിടിച്ചിട്ടുണ്ട്. കൂടാതെ ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത, അങ്ങനെ നിരവധി വാർത്തകളാണ് ഇന്നത്തെ പത്രങ്ങളിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞത്. ഏതായാലും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ദിവസം.